എല്ലാവർക്കും നമസ്കാരം. ട്രൂ ഇവന്റ് മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എന്റെ പേര് നിഷ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് 10 മുൻവർഷ ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള റിലേറ്റഡ് ഫാക്റ്റും ആണ്. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അറിയാലോ, മുൻവർഷ ചോദ്യങ്ങളുടെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ അറിയാൻ പറ്റും. ഈ അടുത്തിടെ കഴിഞ്ഞ ടൈപ്പിസ്റ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അടക്കം 20ൽ 18 മുൻവർഷങ്ങളിൽ നിന്ന് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് വന്നതാണ്. അതുകൊണ്ട് റിലേറ്റഡ് ഫാക്റ്റും PYQും പഠിക്കാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നന്നായിട്ട് പഠിച്ചോളാം. നോക്കൂ, ആദ്യത്തെ ചോദ്യം ഇതാണ്. അഗ്നി എന്ന പദത്തിന്റെ പര്യായം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അനിലൻ, അനിലം, അനലൻ, അനിശം. ഇതിൽ അഗ്നിയുടെ പര്യായമാണ് ചോദിച്ചിരിക്കുന്നത്. പറയാമോ? അഗ്നി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അഗ്നിക്ക് നമ്മൾ ഒരുപാട് പര്യായ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? വഗ്നി എന്ന് നമ്മൾ പറയും, പാവകൻ എന്ന് നമ്മൾ പറയും. പിന്നെ അനിലനാണോ അനലനാണോ? അതാണ് ഇവിടുത്തെ ചോദ്യം. എപ്പോഴും ഓർക്കുക, വള്ളി ഉള്ളത് കാറ്റാണ്. കാറ്റത്തല്ലേ വള്ളികൾ കിടന്നാടുന്നേ? അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ അനലൻ ആണ് തീയിന്റെ പര്യായമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ലേഖകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ലേഖകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ലേഖിനി, ലേഖിക, ലേഖ, ലേഖനി. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും അല്ലെ? ഓപ്ഷൻ ബി ലേഖിക എന്നാണ്. നേരെ മറിച്ച് ലേഖകി, ലേഖക, അത്തരം രീതിയിൽ 4 ഓപ്ഷൻ ആയിരുന്നെങ്കിൽ നമ്മൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആയി പോയേനെ. ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ലേഖകൻ, ലേഖിക എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ചോദിക്കാം, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. കമിതാവ് എന്ന വാക്കിന്റെ എതിർലിംഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പദം ഏതാ? കമിതാവ് എന്നതിന്റെ അത് കമിത്രിയാണ് അല്ലെ? കമിതാവിന്റെ എതിർലിംഗം കമിത്രിയാണ്. കറക്റ്റ് ആണ്. അടുത്തത് ബന്ദി എന്ന വാക്കിന്റെ എതിർലിംഗമായി നമുക്ക് എന്തുപയോഗിക്കാൻ പറ്റും? അത് ബന്ദിനിയാണ്. ബന്ദി, ബന്ദിനി. കറക്റ്റ് ആണ്. കാഥികൻ എന്ന വാക്കിന്റെ എതിർലിംഗം എന്താ? കാഥികൻ എന്ന വാക്കിന്റെ എതിർലിംഗം പറയൂ. അത് കാഥികയാണ്. കാഥികൻ, കാഥിക. കറക്റ്റ് ആണ്. പതകൻ എന്ന വാക്കിന്റെ എതിർലിംഗം എന്താ? പതകൻ എന്ന വാക്കിന്റെ എതിർലിംഗം പറയൂ. പതകൻ, പതകിയാണ് അല്ലെ? പതകൻ എന്ന വാക്കിന്റെ എതിർലിംഗം പതകിയാണ്. കറക്റ്റ് ആണ്. ഇനി ഗൃഹസ്ഥൻ എന്ന പദത്തിന്റെ എതിർലിംഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പദങ്ങൾ ഏതാ? ഗൃഹസ്ഥൻ അത് ഗൃഹി എന്ന പദമോ അല്ലെങ്കിൽ ഗൃഹിണി എന്ന പദം, രണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ കേട്ടോ. ഗൃഹസ്ഥൻ എന്നതിന്റെ എതിർലിംഗമായിട്ട് ഗൃഹിണി, ഗൃഹിയും ഗൃഹിണിയും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മാതുലൻ എന്ന വാക്കിന്റെ എതിർലിംഗമായി നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? മാതുലൻ എന്ന വാക്കിന് അത് മാതുലാനി എന്ന പദമാണ് അല്ലെ? മാതുലൻ എന്നതിന് വിപരീതമായിട്ട് മാതുലാനി എന്ന പദം നമുക്ക് ഉപയോഗിക്കാം. അടുത്ത ചോദ്യം നമ്മൾ നോക്കാണ്. ശരത് പ്ലസ് ചന്ദ്രൻ എന്നത് ചേർത്ത് എഴുതുമ്പോ എന്ത് വരും എന്നതാണ് ചോദ്യം. ശരശ്ചന്ദ്രൻ, ശരത് ചന്ദ്രൻ, ശരത് ചന്ദ്രൻ, ശരത് ചന്ദ്രൻ. 4 രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയത് എന്നതാണ് ചോദ്യം. ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? എപ്പോഴും ഓർത്തിരിക്കുക മക്കളെ. ത് പ്ലസ് ച എന്നല്ലേ വന്നിരിക്കുന്നത്. ഇവിടെ പ്ലസിന് അപ്പുറവും ഇപ്പുറവുമായി ത് പ്ലസ് ചായാണ്. ഇത് വരുമ്പോ ഈ ഛ എന്നാണ് നമ്മൾ പറയുക. അതായത് അപ്പൊ ഏതാണ് ഉത്തരം വരിക? ഇവിടെ ശാച്ച, ഇവിടെ തീച്ച, അത് ഇതുപോലെ തന്നെ ചേർത്തിട്ടിരിക്കുന്നു. ഇവിടെ അച്ഛന്റെ ചായാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡബിൾ ച, ഇരട്ട ചായാണ്. അപ്പൊ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഇതുപോലെ ഓർത്തിരിക്കേണ്ട ഒരു വാക്കാണ് മഹച്ചരിതം. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മഹത്ത് പ്ലസ് ചരിതമാണ് അല്ലെ? മഹത്ത് പ്ലസ് ചരിതം എന്നത് കൂട്ടിച്ചേർക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് മഹച്ചരിതം. ഓർക്കണം, ശരത് പ്ലസ് ചരിതമാണെങ്കിൽ നമ്മൾ അതിനെ ശരത് പ്ലസ് ചന്ദ്രൻ ആണെങ്കിൽ നമ്മൾ ശരത്ചന്ദ്രൻ എന്ന് പറയും. കുറച്ച് വാക്കുകൾ തരാം, എനിക്ക് ഒന്ന് പറഞ്ഞു തരണേ. നമുക്ക് നോക്കി നോക്കി പോവാം. ആദ്യത്തേത് തൃപ്പാദം എന്ന പദമാണ്. പറയാമോ മക്കളെ? തൃപ്പാദം എന്ന പദം നമുക്ക് എങ്ങനെയാണ് പിരിച്ചെഴുതാൻ പറ്റുന്നേ? തൃപ്പാദം നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? തൃപ്പാദം എന്നത് അത് തിരു പ്ലസ് പാദമാണ്. വെരി ഗുഡ്. തൃപ്പാദം എന്ന് പറഞ്ഞാൽ തിരു പ്ലസ് പാദമാണ്. കറക്റ്റ് ആണ്. കാട്ടാന നമുക്ക് എങ്ങനെയാ പിരിച്ചെഴുതാൻ പറ്റുന്നേ? കാട്ടാന എന്ന പദം അത് കാട് പ്ലസ് ആനയാണ് അല്ലെ? കാട് പ്ലസ് ആനയാണ് കാട്ടാന. കറക്റ്റ് ആണ്. ഇത്യാദി നമുക്ക് എങ്ങനെയാ പിരിച്ചെഴുതാൻ പറ്റുന്നേ? ഇത്യാദി നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? ഇതി പ്ലസ് ആദിയാണ് അല്ലെ? ഇത്യാദി എന്ന് പറയുമ്പോ ഇതി പ്ലസ് ആദിയാണ് കൂടി ചേരുമ്പോ
ഇത്യാദി എന്നായിട്ട് മാറുന്നേ. ശരിയാണ്. അന്തരഗ്നി എന്നൊരു പദം, അന്തരാഗ്നിയല്ല അന്തരഗ്നി, നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? ഉള്ളിലെ തീയാണ്. അന്തരഗ്നി എങ്ങനെയാണ്? അന്തർ പ്ലസ് അഗ്നിയാണ് അല്ലെ. വെരി ഗുഡ്. അന്തർ പ്ലസ് അഗ്നിയാണ്, കൂടിച്ചേരുമ്പോ അന്തരഗ്നി എന്നായിട്ട് മാറുന്നേ. ശരിയാണ്. അടുത്തത് എന്നോട് എന്ന പദം നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? എന്നോട് എന്ന പദം അത് എൻ പ്ലസ് ഓടാണ്. വെരി ഗുഡ്. എൻ പ്ലസ് ഓടാണ്, കൂടിച്ചേരുമ്പോ എന്നോട് എന്നായിട്ട് മാറുന്നേ. കറക്റ്റ് ആണ്. ആയുരാരോഗ്യം നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? ആയുരാരോഗ്യം എന്ന പദം നമ്മൾ എങ്ങനെയാ പിരിച്ചെഴുതാം? അത് ആയു വിസർഗണം അല്ലെ. ആയു അധികം ആരോഗ്യമാണ്, കൂടിച്ചേരുമ്പോ എന്തെന്ന് വരുന്നേ? ആയുരാരോഗ്യം എന്ന് വരുന്നേ. ഇനി ഗളോദരം എന്നൊരു വാക്ക് നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? ഗളോദരം എന്നൊരു വാക്ക് നമ്മൾ എങ്ങനെയാ പിരിച്ചെഴുതുന്നേ? അത് ഗള പ്ലസ് ഉദരമാണ് അല്ലെ. ഗള പ്ലസ് ഉദരമാണ്, കൂടിച്ചേരുമ്പോ ഗളോദരം എന്നായിട്ട് മാറുന്നേ. കറക്റ്റ് ആണ്. കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മള് പിരിച്ചെഴുത്തും ചേർത്തെഴുത്തും ഒക്കെ ചെയ്യാനായിട്ട് കേട്ടോ. അടുത്ത നോക്കിയടാ, ഫലേച്ച കൂടാതെ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദം ഏത് എന്നതാണ് ചോദ്യം. നിഷ്കാമം, നിഷ്ഫലം, നിഷ്കൃതം, നിഷ്കൃതം. ഫലേച്ച കൂടാതെ, അതായത് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കണു, പക്ഷെ അവരിൽ നിന്ന് തിരിച്ച് നമ്മൾ ഒന്നുമേ പ്രതീക്ഷിക്കുന്നില്ല, അതിന് നമ്മൾ പറയുന്ന പേരെന്താ? നിഷ്കാമ കർമ്മം എന്നാണ് പറയുക. അപ്പൊ ഏതാണ് ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ എ ആണ്. കറക്റ്റ് ആണ്. അതിന് നമ്മൾ നിഷ്കാമ കർമ്മം എന്നാണ് പറയുക അല്ലെ. നിഷ്കാമ കർമ്മമാണ്. ശരിയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, കുറച്ചൊരു ശൈലി ഞാൻ ചോദിക്കാം. ഹരിശ്ചന്ദ്രനാവുക എന്ന ശൈലിയുടെ അർത്ഥം എന്താടാ? ഹരിശ്ചന്ദ്രനാവുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? ഓ, നീ വലിയ ഹരിശ്ചന്ദ്രൻ ഒന്നാവണ്ടെന്ന് നമ്മൾ പറയുമല്ലോ. എന്താ അത്? സത്യസന്ധന അല്ലെ. സത്യസന്ധനാണെന്ന് ഭാവിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ. ശരിക്കും സത്യസന്ധനാവണം എന്നില്ല, പക്ഷെ താൻ സത്യസന്ധനാണെന്ന് ഭാവിക്കുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നേ? ഹരിശ്ചന്ദ്രനാവുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നേ. അടുത്തത് സുദർശനമെടുക്കുക എന്നൊരു ശൈലിയുണ്ട്. എന്താ മക്കളെ സുദർശനം? എപ്പോഴാണ് നമ്മൾ സുദർശനം എടുക്കുന്നേ? സുദർശനം ഇടക്കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഏത് സമയത്താണ്? സന്തോഷം വരുമ്പോഴാണോ? എന്നാ പിന്നെ അയാളെ കൊല്ലാന്ന് വെച്ചിട്ടാണോ നമ്മൾ എടുക്കുന്നേ? അല്ല, ദേഷ്യം വരുമ്പോഴാണ് അല്ലെ. കുപിതനാവുക എന്നാണ് അല്ലെ. അതിയായ കുപിതനാവുമ്പോഴാണ് നമ്മൾ സുദർശനം എടുക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നേ. ഇനി മക്കളെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശ്രുതി പിടിക്കുക എന്നൊരു ശൈലി ഉണ്ട്? ശ്രുതി പിടിക്കുക എന്നൊരു ശൈലി എന്താണെന്നറിയാമോ? ശ്രുതി, ഇപ്പൊ നമ്മൾ പാട്ടൊക്കെ പാടാനിരിക്കുമ്പോഴേ എവിടെ ഇരുന്നിട്ട് അവര് ശ്രുതി പിടിക്കുക? പുറകിലായിട്ടാണ് അല്ലെ. അപ്പൊ പിറകിലിരുന്ന് സഹായിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടാ. പിറകിലിരുന്ന് സഹായിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ശ്രുതി പിടിക്കുക എന്ന ശൈലി ഉദ്ദേശിക്കുന്നത്. കിട്ടിയില്ലോ. അപ്പൊ ഹരിശ്ചന്ദ്രൻ ആവാന്ന് പറഞ്ഞാൽ ശരിക്കും സത്യസന്ധനാവണമെന്നില്ല, സത്യസന്ധത ഭാവിക്കുക എന്നർത്ഥത്തിൽ. സുദർശനം എടുക്കുക എന്ന് പറഞ്ഞാൽ കുപിതനാവലാണ്. ശ്രുതി പിടിക്കുക എന്ന് പറഞ്ഞാൽ പുറകിലിരുന്ന് സഹായിക്കുക എന്നതാണ്. കറക്റ്റ് ആണ്. അടുത്തത് വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. ശ്ലാഘ്യം എന്ന പദത്തിന്റെ വിപരീതമാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഗാർഹ്യം, ഗർഹ്യം, ഗ്രാഹ്യം, ഗൃഹ്യം. ഇതിൽ ഏതാണ് മക്കളെ ശ്ലാഘ്യത്തിന്റെ വിപരീതമായിട്ട് വരുന്നേ? ശ്ലാഘ്യം എന്നതിന്റെ വിപരീതം ഗർഹ്യമാണ് അല്ലെ. ശ്ലാഘ്യം ഗർഹ്യമാണ്. അപ്പൊ ഗ്രാഹ്യത്തിന്റെ വിപരീതം എന്താണെന്നറിയാമോ? ത്യാജ്യമാണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് കേട്ടാ. ശ്ലാഘ്യം എന്നതിന്റെ വിപരീതം, ശ്ലാഘിക്കുക എന്ന് പറഞ്ഞാൽ പുകഴ്ത്തലാണ്. ഗർഹ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ താഴ്ത്തിക്കെട്ടുക എന്നതാണ്. ത്യാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ത്യജിക്കുക, ഉപേക്ഷിക്കുക എന്നാണ്. ഗ്രാഹ്യം അപ്പൊ നേടിയെടുക്കുക എന്നാണ്. രണ്ടർത്ഥമാണ്. ശ്ലാഘ്യം ഗർഹ്യം, ത്യാജ്യം ഗ്രാഹ്യം. കിട്ടിയല്ലോ. അപ്പൊ ഞാൻ കുറച്ച് വിപരീതങ്ങൾ ചോദിക്കാം. ആഗമനം എന്ന വാക്കിന്റെ വിപരീതമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താ? ആഗമനം എന്ന വാക്കിന്റെ വിപരീതമായി നമുക്ക് എന്ത് ഉപയോഗിക്കാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നിർഗമനം എന്ന പദം ഉപയോഗിക്കാം. ആഗമനം വരലാണ്, പുറത്തേക്ക് പോകുന്നതിന് നമുക്ക് നിർഗമനം എന്ന് പറയാൻ പറ്റും. ശരിയാണ്. അപ്പൊ ആഗതൻ എന്ന വാക്കിന്റെ വിപരീതം എന്താ? ആഗതൻ എന്ന വാക്കിന്റെ വിപരീതം അത് നിർഗതനാണ് അല്ലെ. ആഗതൻ, നിർഗതൻ. കറക്റ്റ് ആണ്. ഉചിതം എന്ന വാക്കിന്റെ വിപരീതം എന്താ? ഉചിതം എന്ന വാക്കിന്റെ വിപരീതം പറയാമോ? അനുചിതമാണ് അല്ലെ. ഉചിതം എന്നതിന്റെ വിപരീതം അനുചിതം എന്നാണ്. ശരിയാണ്. ഉന്മധ്യം എന്ന വാക്കിന്റെ വിപരീതം എന്താ? ഉന്മധ്യം എന്ന വാക്കിന്റെ വിപരീതം
ഉന്മദ്യം നതമധ്യമാണ് ട്ടോ. നതമധ്യം എന്നാണ് പറയാ. ഉന്മദ്യം എന്ന വാക്കിന്റെ വിപരീതമായിട്ട് നതമധ്യം ഓർത്തിരിക്കണം. ഉന്മദ്യം നതമധ്യം മറന്നു പോയേക്കരുത്. അടുത്തത് ഉപേതം എന്ന വാക്കാണ്. ഉപേതത്തിന്റെ വാക്ക് എന്താ? ഉപേതം, അത് അഭേദമാണ് അല്ലെ. ഉപേതം എന്ന വാക്കിന്റെ വിപരീതമായിട്ട് അഭേദം എന്ന പദമാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ് ഉപക്രമം എന്ന വാക്ക്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഉപക്രമത്തിന്റെ വിപരീതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഉപസംഹാരമാണ്. കറക്റ്റ് ആണ്. ഉപക്രമം, ഉപസംഹാരം കറക്റ്റ് ആണ്. അപ്പോ ഋഷി എന്ന വാക്കിന്റെ വിപരീതമായി നമുക്ക് എന്തുപയോഗിക്കാൻ പറ്റും? ഋഷി, അത് അൻഋഷിയാണ് അല്ലെ. ഋഷി എന്ന വാക്കിന്റെ വിപരീതമായിട്ട് അൻഋഷി എന്ന പദം നമ്മൾ ഉപയോഗിക്കും. കാരായ്മ എന്ന പദത്തിന്റെ വിപരീതമായിട്ട് നമ്മൾ എന്താ പറയുന്നത്? കാരായ്മ, അത് മേലായ്മ എന്നതാണ് ട്ടോ. കാരായ്മ, മേലായ്മ. അപ്പൊ ഇത്തരം വിപരീത പദങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കാം. അടുത്ത ചോദ്യം വീണ്ടും പിരിച്ചെഴുത്തിൽ നിന്നാണ്. നേരത്തെ ചേർത്തെഴുത്ത്, ഇപ്പൊ പിരിച്ചെഴുത്ത് അല്ലെ. വാഗർത്ഥം എന്ന പദം നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വാഗ് പറഞ്ഞിട്ടുണ്ട്, വാഗ എന്ന് പറഞ്ഞിട്ടുണ്ട്, വാഗ് പറഞ്ഞിട്ടുണ്ട്, അതുകൂടാതെ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതാണ് വാഗർത്ഥം? നമുക്കറിയാം, അത് ഓപ്ഷൻ ഡി വാക്ക് പ്ലസ് അർത്ഥമാണ് അല്ലെ. വാക്ക് പ്ലസ് അർത്ഥം എന്നതാണ്. കൂടിച്ചേരുമ്പോ നമുക്ക് എന്തെന്ന് കിട്ടുന്നേ? വാഗർത്ഥം എന്ന് കിട്ടുന്നേ. ഓർത്തു വെച്ചിരിക്കണം. കിട്ടിയോ മക്കളെ? കിട്ടിയോ? അപ്പൊ ഞാൻ കുറച്ച് വാക്കുകൾ ചോദിക്കാം, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണേ. ഇവിടെ തന്നെ എഴുതാം. നൂപുരം എന്താണ്? നൂപുരം, നൂപുരം. മഞ്ചീരം എന്നൊക്കെ പറഞ്ഞാൽ എന്താടാ? നൂപുരം, മഞ്ചീരം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നൂപുരം, മഞ്ചീരം കാൽച്ചിലമ്പാണ് അല്ലെ. നൂപുരം, മഞ്ചീരം കാൽച്ചിലമ്പ്, അല്ലെങ്കിൽ നമുക്ക് കൊലുസ് എന്നുള്ള അർത്ഥത്തിലും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. കൊലുസ്. അതുകൂടാതെ പാദാംഗതം എന്നും പറയും. പാദാംഗതം എന്ന് പറയും. അപ്പൊ നൂപുരം, മഞ്ചീരം, പാദാംഗതം ഒക്കെ കാൽച്ചിലമ്പ് അല്ലെങ്കിൽ കൊലുസ് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അടുത്തത് പാശം, രജ്ജു. പറയണേ മക്കളെ. പാശം, രജ്ജു, ഗുണം. എന്തിന്റെ പര്യായമാ? പാശം, രജ്ജു, ഗുണം എന്ന് പറഞ്ഞാൽ കയറിന്റെ പര്യായമാണ് ട്ടോ. കയറിന്റെ പര്യായമാണ്. കറക്റ്റ് ആണ്. അപ്പൊ ഇതുപോലെയുള്ള പര്യായ പദങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം മക്കളെ. കാരണം പര്യായം അവര് ഇങ്ങനെ ഡീപ്പായിട്ടൊക്കെ ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അത് മറന്നു പോയേക്കരുത്. ഓക്കെ. അടുത്ത ചോദ്യം, ശരിയായ വാക്യം, അതായത് വാക്യശുദ്ധി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായത് കണ്ടെത്താനാണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ശരിയേത്, തെറ്റേത് അങ്ങനെ ചോദിക്കും. അത് കൂടാതെ ശരിയല്ലാത്തത് ഏതെന്ന് ചോദിക്കും. ശരിയല്ലാത്തതെന്ന് പറയുമ്പോൾ നമ്മൾ ഏതാ കണ്ടെത്തണ്ടേ? തെറ്റാണ് കണ്ടെത്തണ്ടേ. ചിലപ്പോ അവര് ചോദിക്കും തെറ്റല്ലാത്തത് ഏതെന്ന് ചോദിക്കും. അതിന്റെ മീനിങ് എന്താ? അതിലെ ശരിയാണ് കണ്ടെത്തണ്ടേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിയായ വാക്യം എടുത്തെഴുതാനാണ്. ഒന്നാമത്തത്, അവന്റെ ഭാവിയെ പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. രണ്ടാമത്തത്, ഓരോ വീട് തോറും കയറണം. മൂന്നാമത്തത്, ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. നാലാമത്തത്, ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ നല്ലത്. കുറെ കുട്ടികൾ പറഞ്ഞു എക്സാം എഴുതിയപ്പോ അവര് കിട്ടുകൊട്ടിയതായിട്ട് ഫീൽ ചെയ്തു എന്നൊക്കെ ഈ പരീക്ഷ എഴുതിയപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കമന്റ് ഒക്കെ ഇപ്പൊ ഓർമ്മ വരികയാണ്. അപ്പൊ ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ എന്ന് ചോദിച്ചാൽ മതി. ഭേദമെന്നും നല്ലതെന്നും ചോദിക്കേണ്ട, ഒരേ മീനിങ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റാണ്. ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല, വലിയ കുഴപ്പമില്ല. ഓരോ വീട് തോറും കയറണം. നമുക്കറിയാം, ഒന്നില്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? ഒന്നില്ലെങ്കിൽ നമുക്ക് വീട് തോറും കയറണം എന്ന് പറഞ്ഞാൽ മതി അല്ലെ. വീട് തോറും കയറണം എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഓരോ വീടും കയറണം എന്ന് പറയണം അല്ലെ. ഓരോ വീടും കയറണം എന്ന് പറയണം. പക്ഷെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ പറയാൻ പാടില്ല. തെറ്റാണ്. അടുത്ത് നോക്കൂ, അവന്റെ ഭാവിയെ പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. അവന്റെ ഭാവി ഓർത്ത് എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവന്റെ ഭാവിയെ പറ്റി ഞാൻ ആശങ്കാകുലനാണെന്ന് പറഞ്ഞാൽ മതി. പറ്റി എന്നും ഓർത്തു എന്നും ഒരുമിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതും തെറ്റാണ്. അപ്പൊ ശരിയായത് ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്. ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. അടുത്തത് 78ാമത്തെ ചോദ്യമാണ്. പൂജക ബഹുവചന 78 മീൻസ് 8ാമത്തെ ചോദ്യമാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്.
പെങ്ങൾ, നിങ്ങൾ, ഞങ്ങൾ, കുഞ്ഞുങ്ങൾ. ഇതിൽ പൂജകമാണ് കണ്ടെത്തേണ്ടത്. എല്ലാവർക്കും അറിയാം, ഒറ്റയടിക്ക് അറിയാം. പറഞ്ഞോളൂ, ഇതിൽ ഏതാണ് പൂജക ബഹുവചനമായിട്ട് വരുന്നേ? പെങ്ങളാണോ, നിങ്ങളാണോ, ഞങ്ങളാണോ, കുഞ്ഞുങ്ങളാണോ? അത് ഓപ്ഷൻ ബി നിങ്ങളാണ് അല്ലെ. നിങ്ങൾ, നീ എന്നതിന്റെ പൂജക ബഹുവചന രൂപമാണ് നിങ്ങൾ എന്നത് ഓർത്തിരിക്കണം. ഇനി നോക്കിയടാ, കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോ അത് ഏത് വചനമായിരിക്കും? കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോ ചിലപ്പോ അതിൽ ആൺകുഞ്ഞുങ്ങൾ ഉണ്ടാവാം, ചിലപ്പോ പെൺകുഞ്ഞാവാം. നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും മിക്സഡ് ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. ആണും പെണ്ണും ഒന്നിച്ചൊരു ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേര് അലിംഗ ബഹുവചനം എന്നാണ് അല്ലെ. ഒരു വാക്ക് കേൾക്കുമ്പോ അതിൽ ആണും പെണ്ണും ഉണ്ടെങ്കിൽ അലിംഗമാണ്. ഇങ്ങോട്ടേക്ക് നോക്കിയേ, ഞങ്ങൾ എന്ന പദം കേൾക്കുമ്പോ നമുക്കറിയാം, ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനുണ്ടാവും, എന്റെ ഹസ്ബൻഡ് ഉണ്ടാവും, അതുപോലെ ഓരോരുത്തർ ആണും ഉണ്ടാവും പെണ്ണും ഉണ്ടാവും. അപ്പൊ അതൊരു മിക്സഡ് ഗ്രൂപ്പ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ എന്നത് അലിംഗ ബഹുവചനമാണ്. കറക്റ്റ് ആണ്. കിട്ടിയോ? ഇനി പെങ്ങൾ എന്നുള്ളത് എന്താണ്? പെങ്ങൾ എന്നുള്ളത് ഒറ്റയ്ക്കുള്ളതാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ഏകവചനം എന്ന് പറയും. കറക്റ്റ് ആണ്. അടുത്ത നോക്കിയടാ, അർത്ഥവ്യത്യാസം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 9th ക്വസ്റ്റ്യൻ ആണ്. കന്ധരം ഗുഹയാണെങ്കിൽ കന്ധരം എന്ത്? ഞാൻ എപ്പോഴും കുട്ടികളോട് പഠിപ്പിക്കാൻ പറയാറുണ്ട്, കന്ധരം നീണ്ടതായാണ്. നീണ്ട കഴുത്തിലല്ലേ, എന്റെ പോലുള്ള കുടുങ്ങിയ കഴുത്തിലൊന്നും ചോക്കർമാലിട്ട കാണ പോലുമില്ല. നല്ല നീണ്ട കഴുത്തിലാണെങ്കിൽ ചോക്കർമാലയൊക്കെ ഇട്ടാ കാണും, നല്ല ഭംഗിയാണ്. അപ്പൊ കഴുത്തിന് നീട്ടം വേണം എന്ന് ഞാൻ പറയാറുണ്ട്. അതിന്റെ മീനിങ് എന്താ? കഴുത്ത് എന്നർത്ഥം വരുന്ന വാക്കിന്റെ ധാക്ക് നീട്ടമുണ്ട്, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പറയൂ, കന്ധരം കഴുത്താണ്. കറക്റ്റ് ആണ്. കന്ധരമാണെങ്കിൽ നമുക്കതിനെ ഗുഹ എന്ന് പറയാം. ഇനി ഞാൻ കുറച്ച് വാക്കുകൾ ചോദിക്കാം, മക്കളെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണേ. സമാന പദം ഇതുപോലത്തെ. ഹാത്രൻ എന്താണ്? ഹാത്രൻ എന്ന പദത്തിനർത്ഥം എന്താ? ഹാത്രൻ അസുരനാണ് അല്ലെ. ഹാത്രൻ എന്ന പദത്തിനർത്ഥം അസുരൻ എന്നാണ്, ഓർത്തിരിക്കണം. ഇനി ഹാത്രമാണെങ്കിൽ അസുരന്മാര് വധിക്കുമല്ലോ, അങ്ങനെ ചിന്തിച്ചാൽ മതി. ഹാത്രൻ അസുരനാണ്. ഹാത്രമാണെങ്കിൽ നമ്മൾ അതിനെ വധം എന്ന് പറയും. ശരിയാണ്. ശ്രേണി, ഏണി ഒക്കെ പഠിക്കുന്ന കൂട്ടത്തിലുള്ള വാക്കാണ് ശ്രോണിക. എന്താണെന്നറിയാമോ ശ്രോണിക? ശ്രോണിക എന്ന് പറഞ്ഞാല് വഴിയാണ് കേട്ടോ. ശ്രോണി വഴി. അപ്പൊ ശ്രോണിക എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. അടുത്തത് മോചകമാണ്. മോചകം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മോചകം, മോചകം വാഴയാണ് അല്ലെ. മോചകം എന്ന പദത്തിനർത്ഥം വാഴ എന്നാണ്. കറക്റ്റ് ആണ്. നീഹാരം എന്താണ് മക്കളെ? നീഹാരം, നീഹാരം മഞ്ഞാണ്. കറക്റ്റ് അല്ലേ? നീഹാരം എന്ന പദത്തിനർത്ഥം മഞ്ഞാണ്. കറക്റ്റ് ആണ്. ഇനി ചന്ദനം എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റി തൊടുന്ന ചന്ദനല്ല, മറ്റേ ചന്ദനം മുടിയാണ് അല്ലെ. മറ്റേ ചന്ദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയാണ്, ഓർത്തിരിക്കണം. അപ്പൊ ഇതുപോലുള്ള സമാന പദങ്ങൾ നമ്മൾ നന്നായിട്ട് നോക്കണേ. അടുത്തത് ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയമാണ്. ദുർഘടമായ സ്ഥലം പ്രായോഗികമല്ലാത്തത്, ആശങ്കയുണ്ടാക്കുന്നത് ദുരിതപൂർണമായ ഭാവനാലോകം. ഇതിലേതാണ് ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദുരിതപൂർണമായ ഭാവനാലോകമാണ് അല്ലെ. ഉട്ടോപ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരിതപൂർണമായ ഭാവനാലോകത്തിനാണ് നമ്മൾ ഉട്ടോപ്യ എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിട്ടിയോ മക്കളെ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കുറച്ചൊരു എന്താ പറയാ, ശൈലികളൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് കുറച്ച് പരിഭാഷ എന്നുള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ സാഹചര്യം അല്ലേ. പറയൂ. അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കേവല ഭൂരിപക്ഷമാണ്. വെരി ഗുഡ്. അബ്സല്യൂട്ട് മെജോറിറ്റി, കേവല ഭൂരിപക്ഷം. കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, ബ്രൂട്ട് മെജോറിറ്റി എന്താണ്? ബ്രൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞാല്, ബ്രൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേവല ഭൂരിപക്ഷമാണോ അതോ വൻ വിജയമാണോ? മൃഗീയ ഭൂരിപക്ഷമാണ്. ഭയങ്കര ഭൂരിപക്ഷത്തിൽ ജനിക്കുമ്പോഴാണ് നമ്മൾ ബ്രൂട്ട് മെജോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിട്ടിയോ? ഇനി ബി വൺസ് ഓൺ എനിമി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ബി വൺസ് ഓൺ എനിമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ തന്നെ നമ്മളുടെ ശത്രുവാണെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാൻ പറ്റും? താൻ കുഴിച്ച കുഴിയിലാണ് അല്ലെ. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയാൻ പറ്റും. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബി വൺസ് ഓൺ എനിമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നേ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കണേ.
ടേൺസ് വൺസ് കോട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താടാ? ടേൺസ് വൺസ് കോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ടേൺസ് വൺസ് കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂറുമാറുക എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ? കോട്ട് ഊരി മാറ്റുന്ന പോലെ അഭിപ്രായം മാറി അടുത്ത ആളുടെ സൈഡിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ കൂറുമാറുക എന്ന് പറയുന്നത്. നോക്കൂ, അബ്സല്യൂട്ട് മജോറിറ്റി കേവല ഭൂരിപക്ഷം, ബ്രൂട്ട് മെജോറിറ്റി മൃഗീയ ഭൂരിപക്ഷം, ബി വൺസ് ഓൺ എനിമി എന്ന് പറഞ്ഞാൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്നാണ്. ടേൺസ് വൺ സ്പോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂറുമാറുക എന്നാണ്. കിട്ടിയോ? അപ്പൊ ഇതാണ് 10 ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്റ്റും. ഇനിയും ഒരുപാട് ഇതുപോലത്തെ PYQന്റെ സെഷൻസ് നമുക്ക് വരാനുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അപ്പൊ നമുക്ക് അതിൽ കൂടെ അറിയാൻ പറ്റും ഇനി ഏതൊക്കെ ക്ലാസ്സുകളാണ് വേണ്ടത്, ടോപ്പിക് വൈസ് ആണോ PYQ ആണോ എന്നൊക്കെ യൂട്യൂബ് ചാനലിൽ വേണ്ടത് എന്നുള്ളത് താഴെ കമന്റ് ആയിട്ട് ഇട്ടേക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ട്രൂ ഇവന്റ് വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ഷെയർ ചെയ്യണം. അപ്പൊ താങ്ക് യു ഡിയേഴ്സ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. ബൈ.